അത് ഈ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ വൈഫിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? സിനിമയിലേക്ക് ഇപ്പം പല സ്ഥലത്തും പോകുന്നുണ്ടല്ലേ, ലിസ്റ്റും പല സ്ഥലത്തേക്കും പോകണം, ലൊക്കേഷനുണ്ട്, പല യാത്രയുണ്ട്. വൈഫ് അതിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വൈഫ് എല്ലാ ദിവസവും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുമോ, ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് ലിസ്റ്റ്? അങ്ങനെയല്ല, ഞാൻ എൻ്റെ സിനിമാ കാര്യങ്ങൾ വൈഫായിട്ട് അധികം ഡിസ്കസ് ചെയ്യാറില്ല. കാര്യം എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ നമ്മളൊക്കെ പറയത്തില്ല നാട്ടിൽ കിള്ളി ചോദിക്കാന്ന് എന്ന് പറഞ്ഞാൽ കിള്ളി ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ കിള്ളി ഒരു ഉത്തരവും പറയാറുമില്ല. അതുകൊണ്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ടെൻഷൻ പിടിച്ച ഒരു ജോലിയാണ് സിനിമ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ്റെ ഒരു കാര്യം. ഇത് അതായത് സാമ്പത്തിക ഇടപാടുകൾ ഉള്ള ഒരു മേഖലയാണല്ലോ സിനിമ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് റിസ്ക് ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയുന്നതല്ല നാളെ സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ ഇതേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മളെ, അതായത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഒരു ലക്കാണ് സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഭാര്യയോട് ഇതൊന്നും നമുക്ക് ഷെയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അതെന്തായി, ഇതെന്തായി, അതങ്ങനെയായിരുന്നല്ലോ പറഞ്ഞു, ഇതൊന്നും വന്നില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കപ്പം ഒരു ഹെഡേക്ക് മാതിരിയോ, നമുക്ക് വെളിയിൽ തന്നെ ഇഷ്ടംപോലെ ഹെഡേക്ക് ഉണ്ട്. പിന്നെ വീട്ടിലും ഇതേ കാര്യം തന്നെ സംസാരിക്കുമ്പോൾ അതൊരു ആവശ്യമില്ലാത്ത കാര്യം. സംസാരം ഇല്ല വീട്ടിൽ വൈഫായിട്ട്? അല്ല, വളരെ കുറച്ച്, വളരെ ലിസ്റ്റിൽ ഒരു സിനിമ, ഒരു കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വൈഫിൻ്റെ അടുത്ത് ഇന്ന ഒരു സബ്ജക്റ്റ് വരും, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് സബ്ജക്റ്റ് ചെയ്യാൻ പോവാണ്, ഇന്നാൾ വെച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറില്ല? അല്ല, ഞാൻ പടത്തിന്റെ കാര്യം സംസാരിക്കുന്ന സ്ക്രിപ്റ്റുകൾ, എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ ഞാൻ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേർ സ്കൂളിൽ പോയി കഴിയുന്ന സമയത്തൊക്കെ ആൾ ഫ്രീ ആണല്ലോ, പിന്നെ ആൾക്ക് വായിക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്, വായിച്ചോളും. അപ്പൊ അതുകൊണ്ടിട്ട് ആ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് അവളുടെ അഭിപ്രായം എടുക്കുന്നുണ്ടാവോ എടുക്കുന്നില്ല, അത് സെക്കൻഡറി തിങ്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ട് വെക്കാറുണ്ട്. ചുമ്മാ വായിച്ചിട്ടൊന്ന് അഭിപ്രായം പറയാനായിട്ട് ഈവൻ പറയും. അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഒരു സിനിമ എല്ലാത്തിനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അഭിപ്രായം പറഞ്ഞ സിനിമ വിജയമാണ് കണ്ടത്, പരാജയമാണ് കണ്ടത്? അല്ല, ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല സ്ക്രിപ്റ്റുകൾ IPN വായിച്ചിട്ടുണ്ട്, അതിൻ്റെ അഭിപ്രായം. അപ്പോൾ അത് വലിയ വിജയമാണോ, വിജയിച്ച സിനിമയുണ്ട്, അല്ലെങ്കിൽ പരാജയപ്പെട്ട IPN സിനിമയുണ്ട്, ആളുടെ കമന്റ് പാസ്സാക്കും, അത്രേ ഉള്ളൂ. ലൊക്കേഷനിൽ വരണം അങ്ങനെയൊന്നും വാശിയൊന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. അതായത് ഞാൻ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വരുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഞാൻ കൊണ്ടുപോകാറില്ല എന്നാണ്. പക്ഷെ ഞാനും പറയില്ലേ അങ്ങനത്തെ ഒരു വലിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയാൽ ആളൊക്കെയാണ്. പക്ഷെ ഞാനേ പോകാറ് കുറവാണ്, വരാറൊന്നുമില്ല. നമ്മൾ എത്ര ലൊക്കേഷൻ ലിസ്റ്റും വരവ് ആ പൂജയ്ക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ കൊച്ചി തന്നെയാണ് 1-2 പ്രാവശ്യം വന്നു പോകുന്നത്. എല്ലാ ലൊക്കേഷനിലും വന്ന് നിൽക്കാൻ താല്പര്യപ്പെടില്ല. വൈഫ് എന്തെങ്കിലും ആവശ്യപ്പെടണം, എനിക്ക് ഇന്ന ആളെ ഒന്ന് കാണണമെന്ന്, ഒരു താരത്തെ ഇന്ന ആളെ കാണണമെന്ന് വൈഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും? അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ വേണേ ഞാനും വരാൻ കേട്ടോ എന്ന് ഈവൻ പറയാറുണ്ട്. വേണ്ട, നീ വരണ്ട, നിനക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ? കാര്യം എന്താന്ന് പറയാം, നമ്മൾ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കും, നമ്മൾ പരിചയമുള്ള ആളുടെ പോയി നിരിക്കും, വർത്താനം പറഞ്ഞു നിരിക്കും. അപ്പം നമ്മുടെ ഒരു ശ്രദ്ധ അങ്ങോട്ട് മാറൂല. അപ്പം പിന്നെ വൈഫ് വന്നിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ വൈഫിൻ്റെ കൂടെ ഈവൻ ഇരിക്കണം, പിന്നെ ആ സമയത്ത് പോകേണ്ട വരും തിരിച്ച്. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ മാത്രമേ ഉള്ളൂ. അതിലൊന്നും സങ്കടമില്ല വൈഫിന്? ഇല്ല, ഹാപ്പിയാണ് വൈഫ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും വൈഫിന് എനിക്ക് പരിചയമുള്ള ഹാപ്പിയാണ്. എപ്പോഴും നല്ല ചിരിച്ച മുഖം, ലിസ്റ്റിനെ പോലെ തന്നെ ചിരിച്ച മുഖമുള്ളത് തന്നെയാണ് വൈഫ് എന്ന കാര്യത്തിൽ സംശയം. ഞാൻ ചോദിച്ചു വന്നത്, പല ആളുകൾക്കും ചിലപ്പോൾ വൈഫിനൊന്ന് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആളെ കാണണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വൈഫാണെങ്കിൽ അങ്ങനെ ആഗ്രഹം പറയുന്ന വൈഫാണല്ലോ എൻ്റെ എല്ലാവരും. അതെ. അപ്പോൾ ലിസ്റ്റിൻ പറയുന്ന പോലെ ലിസ്റ്റിനോടൊപ്പം ഒതുങ്ങി ജീവിക്കുന്ന, കൃത്യമായ വീട്ടുകാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു വൈഫാണ് ലിസ്റ്റിൻ്റെ ഒരു കുടുംബം എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്നാൽ അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുകയും ചെയ്യുന്നുണ്ട് വൈഫ്, അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ആൾ ഇൻഡിവിജ്വൽ ആണല്ലോ. ഇപ്പോൾ ആള് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പം ACCA പഠിച്ചുകൊണ്ടിട്ട് PN ഇരിപ്പുണ്ട്, 8-9 പേപ്പർ പാസ്സായിട്ടുണ്ട്. ഇതിന് മുമ്പ് ലണ്ടനിൽ ബാർക്ലീസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിട്ടിരുന്നത്. അപ്പം ആൾക്ക് ഇപ്പം ലോകപരിചയമാണ്. അല്ല, അത് വലിയ കാര്യമാണ്. ലോകപരിചയം വലിയ കാര്യമാണ്, തീർച്ചയായിട്ടും. അല്ലല്ല, അതുകൊണ്ടിട്ട് തന്നെ ആൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നോ അങ്ങനത്തെ ഒന്നും PN ഇല്ല. അപ്പം നമ്മുടെ വൈഫ് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ കൂടെ PN നിൽക്കുന്നു, അല്ലെ? എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കണം, അല്ലെ? അപ്പം നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ചാണ് എല്ലാവരും നിൽക്കേണ്ടത്. അതങ്ങനെയാണല്ലോ.